പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയനർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവ് നീ ഉപയോഗിക്കുന്ന എല്ലാ ഓർണമെൻറ്റ്സുകളും കർത്താവ് ആശീർവദിക്കട്ടെ. നീ എവിടെയെല്ലാം പോകുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഇതെല്ലാം സ്ഥലങ്ങളിലേക്ക് പോകുന്നു, ഏതെല്ലാം വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, ഇതെല്ലാം വാഹനങ്ങൾ പൊതുവായാലും സ്വന്തമായാലും എല്ലാം നീ അനുഗത്തോടെ സുരക്ഷിതമായി തിരിച്ചു വരുന്നവരെ നിൻ്റെ യാത്രയെ ഞാൻ ആശീർവദിക്കുന്നു. നീ ഉത്കണ്ഠപ്പെടുന്ന വ്യക്തികൾ, സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ,
അവർ തരുമോ ഇല്ലയോ എന്നുള്ള വിഷമങ്ങൾ, ജയിക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകൾ, പിന്നെ വിവാഹ ഒരുക്കത്തിന് വേണ്ടി പോണവർ, വിവാഹ സംഭവത്തിന് വേണ്ടി പോണവർ, ജീവിത പങ്കാളെ കാണാൻ വേണ്ടി പോകുന്നവർ, എൻ്റെ കാഴ്ചകൾ, സംസാരങ്ങൾ എല്ലാം ആസ്വദിക്കുന്നു. പണത്തിന് വേണ്ടി പോകുന്നവർ, പണം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ, ജോലി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ, വീട് വെക്കാൻ പോകുന്നവർ, വാഹനം വാങ്ങിക്കാൻ പോകുന്നവർ, എന്തെല്ലാം സംരംഭങ്ങൾക്ക് വേണ്ടി ദൈവപൈതലെ നീ പോകുന്നു. എൻ്റെ 40 വർഷത്തെ കൃപാന്റെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ നീ തിരിച്ച് സുരക്ഷിതനായി സുരക്ഷ വരുന്നവരെ കർത്താവ് നിന്നോട് കൂടെ. നമ്മൾ ദൈവത്തിൻ്റെ പരിപാലന, പരിരക്ഷ, ദൈവത്തിൻ്റെ വാഗ്ദാനം, ഉടമ്പടി, ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇങ്ങനെ ഈ ദിവസങ്ങളെല്ലാം ദൈവത്തിൻ്റെ വലിയ വലിയ ഓഫറിലൂടെ ദൈവം നമ്മളെ ജീവിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ആത്മശക്തി ധരിക്കണത്. ഇപ്പം ഇന്നലെ നമ്മൾ കണ്ടില്ലേ, അതിനകത്ത് ഭയങ്കര ഒരു വചനമുണ്ട്. എന്താണെന്നറിയാം? എസെക്കിയേൽ 16:6 വായിച്ച്, ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് കണ്ടു. നിന്നോട് ഞാൻ പറഞ്ഞു, ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെ വല്ലാതെ അങ്ങ് സഹായിച്ചൊരു വചനമാണിത്. എന്താണ്? ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാകാലങ്ങളിൽ ഭക്ഷണം തരാനോ സ്നേഹിക്കാനോ പരിലാളിക്കാനോ കൊണ്ടു നടക്കാനോ ആരും ഉണ്ടാകത്തില്ല. പിന്നെന്താ? നമുക്ക് ജീവിക്കണം. ആരെയും പ്രതീക്ഷിക്കണില്ല നമ്മൾ, ഇന്ന ആൾ ഇന്ന സമയത്ത്. അപ്പം ഇങ്ങനെ ആരെങ്കിലും വന്ന് വെള്ളം തരും, ആരെങ്കിലും വന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ട് വരും, ആരെങ്കിലും വന്ന് നമ്മളെ നിലനിർത്തും. അങ്ങനെ നീ കരുതണ്ടെന്നാണ് ദൈവത്തിൻ്റെ നിലപാട്. അതാണ് ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരാൻ. എല്ലാ ചെടി എന്താണ്? വയലിലെ ചെടിയല്ലേ പിന്നെന്താ ഉള്ളത്? എല്ലാ പരിചരണം കിട്ടണ എവിടെ? നേഴ്സറി പ്ലാന്റിനാണ്. ദൈവം ഒരു നേഴ്സറി പ്ലാന്റിനെ ആഗ്രഹിക്കണില്ല. ജീവിക്കുകയാണെങ്കിൽ വയലിലെ ചെടി പോലെ ജീവിക്കണമെന്ന് പറഞ്ഞു. സ്വയം പ്രതിരോധം. മറ്റുള്ളവർ പ്രാണികളായാലും വയലിലെ ചെടിക്കുള്ള പുസ്തകം എന്താണ്? പശുവുണ്ട്, ആടുണ്ട്, പ്രാണിയുണ്ട്, പുഴുവുണ്ട്. ഇങ്ങനെ എല്ലാത്തിനെയും വയലിലെ ചെടി പോലെ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നീ മനുഷ്യന്മാരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഈ വയലിലെ ചെടി, പശുവായാലും ആടായാലും നിന്നെ ആക്രമിക്കാനും തിന്നു തീർക്കാനും വരുന്ന പുഴുക്കളായാലും ദൈവം കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാത്തിനെയും അതിജീവിക്കാനാണ് നമുക്ക് എസെക്കിയേൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ഈശോയ്ക്ക് നന്ദി. കൃപാസനം അമ്മയുടെ കൈ പിടിച്ചാണ് ഞാനിവിടെ ഈശോയിലൂടെ ഇത്രയേറെ അടുത്തേക്ക് വന്നത്. ആ പരിശുദ്ധ മാതാവിനും നന്ദി. എൻ്റെ പേര് താര ശൈലേഷ്, ഇതെൻ്റെ ഭർത്താവ് ശൈലേഷ്. ഞങ്ങൾ ഉടമ്പടി എടുത്തത് 2023 ഒക്ടോബർ 18 ഉടമ്പടി എടുക്കാനുള്ള കാരണം, എനിക്ക് യൂട്രസിലൊരു അഡനോമയോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സർജറി ഓപ്ഷനുള്ളൂ, മെഡിസിൻസ് ഇല്ല. അതിനൊരു സർജറിക്ക് ഞാൻ വില്ലിങ് ആയിരുന്നില്ല. മാനസികമായിട്ട് എനിക്ക് കുറച്ച് എന്നുവെച്ചാൽ കുട്ടികളൊക്കെ ചെറുതാണ്, അതുകൊണ്ട് ഞാൻ വില്ലിങ് ആയിരുന്നില്ല. അപ്പോൾ എൻ്റെ വിഷമം കണ്ടപ്പോൾ എൻ്റെ അനുജത്തിയാണ് പറഞ്ഞത് കൃപാസനത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചുമൊക്കെ. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ അവൾ പറഞ്ഞിട്ട് പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2023 ഒക്ടോബർ 18 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ വന്നപ്പം എനിക്ക് ആദ്യമായിട്ട് എന്നുവെച്ചാൽ ആകെ ഒരു അമ്പരപ്പായിരുന്നു ഇവിടെ വന്നപ്പോൾ. അപ്പോൾ ഞാൻ ഈ ടോക്കണൊക്കെ കൊടുക്കായിരുന്നില്ലേ, ആ ടോക്കണൊക്കെ കൊടുക്കുമ്പം ഞാൻ ബാക്കിലോട്ട് മാറി നിന്ന് എനിക്ക് വേണ്ട, ടോക്കൺ എടുക്കേണ്ട, എനിക്ക് പേടിയാണെന്നും പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ ആ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് ടോക്കൺ എടുക്കാൻ പറഞ്ഞു. എനിക്ക് കിട്ടിയത് മാതാവിനെ തന്നെയാണ്. ആദ്യമായിട്ടാണ് ഞാനൊരു മാതാവിനെ കയ്യിൽ പിടിക്കുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു.
അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത് 3 മാസം തികയണേക്ക് മുന്നേ തന്നെ ഞാൻ സ്കാൻ ചെയ്യാൻ പോയി. സ്കാൻ ചെയ്യാൻ പോണതിൻ്റെ തലേ ദിവസം കിടന്നുറങ്ങായിരുന്നു. അപ്പോൾ രാത്രി 12 മണിയായപ്പം ഒരു നല്ലൊരു സ്മെല്ല്, അതായത് പനിനീർപ്പൂവിൻ്റെ സ്മെല്ല്. പനിനീർപ്പൂവ് എന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ലൊരു 1000 പനിനീർപ്പൂക്കൾ കുത്തി വന്നൊരു സ്മെല്ല്. പെട്ടെന്നാണ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഞാൻ അയ്യോ മാതാവ് വന്നതാണ്, നല്ല സ്മെല്ല് വന്നിട്ടുണ്ടല്ലോ എന്ന്. ഒന്നുകൂടി ഞാൻ ശ്വാസം വലിച്ചു, ഒന്നുകൂടി കിട്ടി. 2 നിമിഷം ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടനെ വിളിക്കാൻ നോക്കിയപ്പോഴേക്കും സ്മെല്ല് പോയി. അങ്ങനെ ഒരു സുഗന്ധാഭിഷേകം നന്നായിട്ട് എനിക്കുണ്ടായി. പിറ്റേ ദിവസം നേരം വെളുത്ത് സ്കാനിങ് ടേബിളിൽ സ്കാൻ ചെയ്യാൻ പോയി. സ്കാനിങ് ടേബിളിൽ ഇരിക്കുമ്പം കാശ് രൂപ മുറുക്കെ പിടിച്ചാണ് സ്കാൻ ചെയ്യാൻ കിടക്കണത്. സ്കാനിങ് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു തൻ്റെ യൂട്രസ് പഴയ സൈസ് തന്നെയാണ് ഇപ്പോഴും, ഒന്നും ചെയ്യണ്ട, അധികം പെയിനുമില്ല, ബ്ലീഡിങ്ങും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ തന്നെ പോട്ടെ, സർജറി വേണ്ട എന്ന് തന്നെ പറഞ്ഞു. ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് എൻ്റെ രോഗം മാറണം എന്നായിരുന്നില്ല, സർജറി ഒഴിവാക്കി തരണം എന്നായിരുന്നു. അതുപോലെ തന്നെ മാതാവ് സർജറി ഒഴിവാക്കി തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു. അനുഗ്രഹത്തിന് 1000 നന്ദി. പിന്നെ ഈ കാശ് രൂപം കൈ പിടിച്ചാണ് ഞാൻ എവിടെയും പോണത്. അങ്ങനെ പോകുമ്പം 3 പ്രാവശ്യം ഈ കാശ് രൂപം എൻ്റെ കയ്യിലിരുന്ന് വിറച്ചായിരുന്നു. എന്നുവെച്ചാൽ 3 ദുരന്തങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായി ജീവിതത്തിൽ. ഒന്ന് ഏട്ടന് ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് ഉണ്ടാവണേന് 2-3 ദിവസം മുന്നേ ഈ കയ്യിലിരുന്നത് ഇങ്ങനെ വൈബ്രേറ്റ്, ഇങ്ങനെ അമർത്തി പിടിച്ചാണ് ഞാൻ പോണത്. അങ്ങനെ പോകുമ്പം കയ്യിലിരുന്നത് നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്തു. അതായത് വൈബ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പണ്ട് ചെറിയ ചെമ്മീനൊക്കെ പിടിച്ച് നമ്മളിങ്ങനെ ഇറുക്കായിരുന്നു ചെറുതിലെ. ഞാൻ അങ്ങനെ ഇറുക്കുമ്പോൾ ഒരു പൊടിയണ പോലത്തെ ഒരു പെടയണ പോലത്തെ ഒരു അനുഭവം ഉണ്ടാവും. അതുപോലൊരു ഫീലിങ്സ് വന്നു. അത് പിന്നെ അതുപോലെ വേറൊരു ദുരന്തമായിട്ട് എൻ്റെ ഒരു വ്യാജ ചെക്ക് കേസ് വന്നായിരുന്നു. അതിന് മുന്നും ഇതുപോലെ തന്നെ പിടഞ്ഞു. പിന്നെ എൻ്റെ ഇതിനകത്ത് 2-3 പേരായിട്ട് ഒരു ലോൺ പ്രശ്നത്തിൽ ചെറിയൊരു ഇതുണ്ടായിരുന്നു. ആ സമയത്തും ഇങ്ങനെ പിടഞ്ഞായിരുന്നു. എനിക്കന്നറിയില്ല അതിൻ്റെ സൂചന എന്തായിരുന്നെന്ന്. പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അത് മാതാവ് എനിക്ക് തന്ന, ഈശോ എനിക്ക് തന്ന ഒരു സൂചനയായിരുന്നു. നിനക്ക് ദുരന്തം വരുന്നുണ്ട്, പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു സൂചന. അങ്ങനെ മാതാവ് അടയാളങ്ങൾ കൊണ്ട് ഞങ്ങൾ ഒത്തിരിയേറെ അനുഗ്രഹിച്ചിട്ടുണ്ട്. മെഴുകുതിരിയിലും കത്തുന്ന തിരിയിലൊക്കെ അടയാളങ്ങൾ കണ്ട് ഒരുപാട് അടയാളങ്ങൾ തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നിയോഗത്തിൽ രണ്ടാമത് വെച്ചിരുന്നത് ഞങ്ങളുടെ കടബാധ്യതകളെക്കുറിച്ചായിരുന്നു. കടബാധ്യതകളിൽ ഉടമ്പടി എടുത്ത് 2023 ഒക്ടോബർ 18 ഉടമ്പടി എടുത്തു. ഫെബ്രുവരിയിൽ തന്നെ, പിന്നത്തെ കൊല്ലം ഫെബ്രുവരിയിൽ തന്നെ ഞങ്ങൾക്ക് 5 ലക്ഷത്തിൻ്റെ ലോണ് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഗോൾഡ് ലോണും അങ്ങനെ ഇതൊക്കെ ആയിട്ട് ഒരു 8 ലക്ഷത്തോളം കടബാധ്യതകളുണ്ടായിരുന്നു. അത് തീർത്ത് തന്ന്. പിന്നെ ഇപ്പം ഞാൻ നിയോഗത്തിലൊന്നും വെച്ചിരുന്നില്ല അന്നാളിൽ. ഇപ്പോൾ കഴിഞ്ഞ നവംബറിൽ പുതുക്കിയപ്പം നിയോഗത്തിൽ വെച്ചായിരുന്നു 15 ലക്ഷത്തിൻ്റെ ഒരു ഭവന വായ്പയുണ്ട്. ആ ലോൺ ക്ലോസ് ചെയ്താൽ ആധാരം കൊണ്ടുവന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം. മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ ലോൺ ക്ലോസ് ചെയ്യണം എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചായിരുന്നത്. അതുപോലെ തന്നെ ഞാനിത് ആധാരം കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. മാർച്ച് മാസത്തിൽ തന്നെ ഞങ്ങൾക്കത് എടുക്കാൻ കഴിഞ്ഞു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 2023 ഒക്ടോബർ 18 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഏട്ടന് നല്ല നല്ല കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് വർക്ക്. നല്ല നല്ല വർക്കുകൾ കിട്ടി, നല്ല നല്ല ലാഭങ്ങളൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ, വീട്ടിൽ ഐശ്വര്യം നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സമാധാനവും ഐശ്വര്യവും എല്ലാം എൻ്റെ ഈശോയും മാതാവും ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യം. പിന്നെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഏട്ടൻ പറയും. ഈശോനും മാതാവിനും നന്ദി. ഞാൻ ഒരു കോൺട്രാക്ടറാണ്. ഞാൻ സൈറ്റിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു കാറുകാരൻ എൻ്റെ ബൈക്കിൻ്റെ പുറകിൽ വന്നിടിച്ചു, എന്നെ തെറിച്ചു. 1 മീറ്ററോളം ഞാൻ ഇറങ്ങി. എൻ്റെ ശരീരം മൊത്തം തൊലിയെല്ലാം പോയി. ദൈവത്തിൻ്റെ ഭാഗ്യത്തിനാൽ, ഈശോൻ്റെയും മാതാവിൻ്റെയും ഭാഗ്യത്തിനാൽ എൻ്റെ ഒടിവും ചതവൊന്നും ഉണ്ടായില്ല. ഈ വണ്ടി നിർത്താതെ പോയി. ഞാൻ എനിക്ക് നോക്കിയപ്പോൾ ആ സ്ഥലത്ത് ഒന്നുമേ കാണുന്നില്ല. നേരെ അവിടെ നിന്ന് വരുന്ന ചേട്ടന്മാരാണ് എന്നോട് പറഞ്ഞത്, ഈ കാറ് അവിടെ ഒരു വളവിൽ പോയി ഒരു തെങ്ങും മരിടിച്ചു, അവർക്ക് ഫുള്ളായിട്ട് വണ്ടി തകർന്നെന്ന്. അങ്ങനെ അവർക്കും ഒന്നും പറ്റിയില്ല. വണ്ടികൾ 2 തകർന്നു. വണ്ടി തകർന്നെങ്കിലും ആളുകൾ കണ്ടാൽ പറയും ഇവരൊന്നും ജീവിച്ചിരിപ്പില്ലെന്ന് ഓർക്കും. അതുപോലെ ആയിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾ അത്ഭുതമായി രക്ഷപ്പെടുത്ത ഈശോവിനും മാതാവിനും കോടാനുകോടി നന്ദി.
പിന്നെ പറയാനുള്ളത്, എനിക്കൊരു 9 വർഷമായി ഒരു പ്രൊജക്റ്റിന് കിട്ടാണ്ട ഒരു 1.5 ലക്ഷം രൂപയുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഡെയിലി വൈകിട്ട് ഞങ്ങൾ വീട്ടിൽ പ്രാർത്ഥനകളും കാലത്തെ ഡെയിലി ബ്രെഡും എല്ലാം ഞങ്ങൾ കേൾക്കുമായിരുന്നു. അതിൻ്റെ പ്രാർത്ഥനയിലൂടെ ആ 1.5 ലക്ഷം രൂപ അവർ ഞങ്ങളെ വിളിച്ചു തന്നു. ഇതാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തായിരുന്നത്, എല്ലാ മാസവും ഇവിടെ വന്ന് കറക്റ്റ് പത്രം വാങ്ങിക്കും. അത് ആസ്പത്രികളിലും ഒക്കെ പോയി, ആസ്പത്രികളിലും പറവൂർ ടൗണിലൊക്കെ നടന്ന് കൊടുക്കായിരുന്നു. ആസ്പത്രികളിൽ ചെല്ലുമ്പം രോഗികളെ കണ്ട് സംസാരിച്ച് അവരുടെ സങ്കടങ്ങളൊക്കെ കേട്ട് അവർക്ക് മെഡിസിൻ വാങ്ങിക്കാനോ ഫുഡ് വാങ്ങിക്കാനൊക്കെ ഉള്ള ക്യാഷുകളൊക്കെ കൊടുത്ത് അങ്ങനെ സഹായിക്കായിരുന്നു. പിന്നെ GPay ചെയ്ത് ഓരോ രോഗികൾക്കും ക്യാഷ് ഇട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ പൊതിച്ചോറ് കൊടുക്കും. ബഡ്സ് സ്കൂളുകളിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് ചെന്ന് അവരോടൊപ്പം കഴിച്ച് അവരുടെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ എനിക്ക് ആദ്യം വന്നപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. ജപമാല എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ജപമാലയൊക്കെ യൂട്യൂബ് നോക്കി 4 ജപമാലകളും പ്രകാശത്തിൻ്റെ രഹസ്യം, മഹിമയുടെ രഹസ്യം, സന്തോഷത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, അങ്ങനെ 4 ജപമാലകളൊക്കെ ഞാൻ പഠിച്ച് അത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുത്തു, മറ്റുള്ളവരെ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത്. അതുപോലെ പത്രം കൊടുക്കുമ്പം പ്രാർത്ഥനകൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് അതും കൂട്ടിയൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ അടുത്തുള്ള ക്യാൻസർ പേഷ്യൻസുകളൊക്കെ ചെന്ന് കാണും. റെസിഡൻസിൻ്റെയൊക്കെ കീഴിലൊക്കെ എന്തെങ്കിലുമൊക്കെ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കായിരുന്നു. ആ പ്രവർത്തനങ്ങളൊക്കെ പങ്കെടുത്ത് എല്ലാവരെയും സഹായിക്കായിരുന്നു. പിന്നെ ബൈബിൾ വായന 1/2 മണിക്കൂർ തീർച്ചയായിട്ടും മുടങ്ങാതെ ചെയ്യും. ജപമാല എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കും. എല്ലാ ദിവസവും മുടക്കാതെ ചൊല്ലും. ഞങ്ങളുടെ വാഹനങ്ങളിലൊക്കെ ജപമാല വെച്ചിട്ട് ഞങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ മാതാവും ഈശോയും ഞങ്ങൾക്ക് ഒത്തിരി, ഇതല്ല കേട്ടോ പറയാൻ ഒരുപാടുണ്ട്, ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന ഞങ്ങളുടെ ജീവിതം. ഇപ്പോൾ ഉടമ്പടിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, എന്നും അതുപോലെ തന്നെ ജീവിക്കും. ഞങ്ങളുടെ വീട്ടിൽ നല്ല സന്തോഷവും സമാധാനവും ഭക്തിയും എല്ലാം നൽകി നല്ല പ്രഭാപൂരിതമായിട്ട് തന്നെയാണ് ഈശോയും മാതാവും ഞങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത്. അതിന് ഈശോയ്ക്ക് മാതാവിനും കോടാനുകോടി നന്ദി. സങ്കീർത്തനങ്ങൾ 66, 19, 20 തിരുവചനങ്ങൾ. ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല, അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞുമില്ല. താര ശൈലേഷ് എന്ന ഈ സഹോദരി തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതത്തിൻ്റെ ശ്രദ്ധേയമായ സാക്ഷ്യങ്ങളാണ് നമ്മളോട് പങ്കുവച്ചത്. ഉടമ്പടി 9 തവണ പുതുക്കിയ മകൾക്കും ജീവിത പങ്കാളിക്കും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നന്ദിയോടും സന്തോഷത്തോടും കൂടി ആത്മീയ അനുഭവങ്ങളിലൂടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന പല കാര്യങ്ങളും അമ്മ മുൻകൂട്ടി അറിയിച്ചു കൊടുക്കുകയും ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഒരിക്കൽ പോലും ചഞ്ചലപ്പെടാതെ നിരാശയിലടിപ്പെടാതെ പ്രത്യാശയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഏത് ക്ലേശത്തിൻ്റെ സമയത്തും ഈ കുടുംബത്തിന് അമ്മയും ഈശോയും നൽകിയ സംരക്ഷണത്തെ പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉടമ്പടി ആത്മാർത്ഥമായി നാം ജീവിച്ചു തുടങ്ങുമ്പോൾ, നാം അമ്മ മാതാവിനോടും ഈശോയോടും നിരന്തരം സംസാരിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിന് വലിയ തോതിൽ ദൈവികമായ സംരക്ഷണം അനുഭവപ്പെടുവാനും അതിന് വരുന്ന ഏറ്റവും ചെറിയ ഉലച്ചിൽ പോലും നമുക്ക് മനസ്സിലാകും വിധം ദൈവികമായ അടയാളങ്ങൾ കൈമാറുകയും ചെയ്യും. അതാണ് സഹോദരി സൂചിപ്പിച്ചത്. പലതവണ കയ്യിലിരുന്ന കാശുരൂപം, ഉടമ്പടി കാശുരൂപം, അത് മീൻ പിടയുന്നത് പോലെ വല്ലാതെ ഉലയുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിലും ഓരോ തവണയും അതിന് തൊട്ടടുത്ത നിമിഷം ഒരു അപകടവും ആ ഒരു ദുരന്തവും അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ആവശ്യവും വന്നുകൊണ്ടിരുന്നു. അതിൻ്റെ സാക്ഷ്യങ്ങളാണ് അവർ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഇത് കമ്മ്യൂണിക്കേഷന് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. നാം എത്ര കണ്ട് കവനന്റിനോട്, ഉടമ്പടിയോട് കമ്മിറ്റഡ് ആണോ, ദൈവം അതനുസരിച്ച് നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ പരിഹാരം നൽകുന്ന വിധം, സൂചനകൾ നൽകുന്ന വിധം, പുതിയ വഴികൾ തുറക്കുന്ന വിധം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. ഉടമ്പടി നമുക്കറിയാം, അത് നമുക്ക് ദൈവത്തോടും ദൈവത്തിന് നമ്മളോടും ഉത്തരവാദിത്വമുള്ള ഒരു ജീവിതക്രമമാണ്. നാം വെറുതെ എന്തെങ്കിലും പ്രാർത്ഥിച്ചു പോകുന്നതല്ല, മറിച്ച് ദൈവസന്നിധിയിൽ വിശുദ്ധിയിലും വിശ്വസ്തതയിലും നമ്മൾ വ്യാപരിക്കുമെന്ന് ദൈവസന്നിധിയിൽ കൊടുക്കുന്ന ഒരു ബന്ധമാണ്
ഒരു കരാറാണ് ഉടമ്പടി എന്നത്. അതുകൊണ്ട് അവിടെ വിശ്വസ്തത കൊണ്ടാണ് ഈ ഉടമ്പടി എന്ന് നിലനിൽക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യം സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ ബന്ധം അവസാനിച്ചു എന്ന് കരുതരുത്. പലപ്പോഴും നമ്മൾ കാര്യം നേടാൻ വേണ്ടി മാത്രം ഉടമ്പടിയിൽ ജീവിതം തുടങ്ങുകയും കാര്യം നേടിക്കഴിയുമ്പോൾ നമ്മൾ ഉടമ്പടി അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഉടമ്പടി അവസാനിപ്പിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മൾ അവസാനിപ്പിക്കുന്നു എന്ന് തന്നെയല്ലേ? ഉടമ്പടി അവസാനിപ്പിക്കുന്നു, ഇനി പുതുക്കുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ ആ നിമിഷം വരെ നമുക്ക് കിട്ടിയിരുന്ന ദൈവിക സംരക്ഷണത്തിൽ നിന്നും നാം അറിഞ്ഞുകൊണ്ട് ബോധപൂർവം പിന്നോട്ട് മാറുന്നു എന്നൊരർത്ഥമില്ലേ? അതുകൊണ്ട് ഉടമ്പടിയിൽ ജീവിക്കുക എന്നത് ദൈവികമായ സംരക്ഷണത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് തന്നെയാണ്. സഹോദരി സൂചിപ്പിച്ചു, ആധാരവുമായി അമ്മയുടെ അരികിൽ മാർച്ച് മാസം സാക്ഷ്യപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചാണ് നിയോഗം സമർപ്പിച്ചത്. അമ്മ അത് അനുവദിച്ചു കൊടുത്തു. വാഹന അപകടമുണ്ടായപ്പോൾ ആ വാഹനത്തിൽ സഞ്ചരിച്ചവരാരും ജീവനോടെ കാണില്ല എന്ന രീതിയിൽ വാഹനങ്ങൾക്ക് വളരെ ഗുരുതരമായ ഡാമേജാണ് സംഭവിച്ചത്. അമ്മ അവിടെ ഉള്ളംകൈയിൽ സംരക്ഷിക്കുന്നത് പോലെ പോറൽ പോലും ഏൽക്കാതെ രണ്ട് വാഹനത്തിലുണ്ടായിരുന്നവരുടെയും ജീവനെ കാത്തുകൊണ്ടു. അത് നമുക്ക് ജീവിതത്തിൻ്റെ ഏതൊരു അവസ്ഥയിലും, അപകടകരമായ അവസ്ഥയിലും, അനിശ്ചിതത്വമുള്ള അവസ്ഥയിലും, പരിശ്രമങ്ങൾ പരാജയപ്പെടുന്ന അവസ്ഥയിലും നമുക്ക് കൂടെ നിന്നുകൊണ്ട് അമ്മ നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിലും വിശ്വസ്തതയിലും മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്ന ദൈവിക പദ്ധതിയാണ് മരിയൻ ഉടമ്പടി എന്നത്. അതുകൊണ്ട് സമയച്ചുരുക്കത്തിൽ അനുഗ്രഹം കിട്ടുമ്പോൾ വേഗത്തിൽ ദൈവത്തെ ഉപേക്ഷിക്കുകയല്ല, കൂടുതൽ എളിമയോടെ സ്നേഹത്തോടെ ആ ദൈവബന്ധം തുടർന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ സന്നദ്ധത കൂടുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഈ കുടുംബം അക്രൈസ്തവ കുടുംബമായിരുന്നിട്ട് കൂടിയും 9 തവണ ഉടമ്പടി പുതുക്കി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞങ്ങൾ കണ്ടെത്തിയ കർത്താവിനെ ജീവിതത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുവെന്നാണ്. ഞങ്ങൾ അനുഭവിക്കുന്ന സ്നേഹത്തെ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുവാൻ ഞങ്ങൾ എന്നും ആ ഈശോയിലുള്ള ശരണത്തിലും അമ്മ മാതാവിലുള്ള ആശ്രയത്വത്തിലും ജീവിക്കുന്നുവെന്നാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒരു സംരക്ഷണമായി, ഒരു സഹായമായി, ഒരു സന്തോഷമായി അനുഭവിക്കുവാൻ പറ്റുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുന്ന നമ്മൾ നമ്മുടെ ഉടമ്പടി ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. കാര്യം നേടുവാൻ വേണ്ടി മാത്രമുള്ള തീഷ്ണതയാവരുത് ഉടമ്പടി ജീവിതം. മറിച്ച് ഈശോയോട് അല്പം പോലും വേർവിട്ട് പോകാത്ത വിധം ഈശോയെ സ്വന്തമാക്കുവാനുള്ള സ്നേഹത്തിൻ്റെ തീഷ്ണതയാവണം നമുക്ക് ഉടമ്പടി ജീവിതം. അതിന് അമ്മ മാതാവും ഈശോയും നമ്മളെ നിരന്തരം സഹായിക്കുകയും കൈപിടിച്ച് വഴി നടത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ ഭൗതിക നന്മകൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ആയിരിക്കട്ടെ. എൻ്റെ പേര് ഡാർവിൻ, വരാപ്പുഴ കൂനമാവ് കൊങ്ങോർപ്പള്ളി ഭാഗത്തുനിന്ന് വരുന്നു, എറണാകുളത്തുനിന്ന്. എൻ്റെ വൈഫുണ്ട് കൂടെ, ഷിൻസി എന്നാണ് പേര്. 3 മക്കൾ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. കൂടെ വൈഫിൻ്റെ അനിയനുമാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എൻ്റെ പേഴ്സണൽ ലൈഫിലാണ് എനിക്ക് സാക്ഷ്യമുള്ളത്. ഞാനൊരു സാധാരണ ഒരു ടിപ്പിക്കൽ ക്രിസ്ത്യാനി, പുസ്തകത്തിൽ മാത്രം വിശ്വാസമുള്ള ഒരാൾ. പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും, ധ്യാനങ്ങൾ കൂടും, എല്ലാം ഉണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസം എന്നുള്ളത് തീർത്തും പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു. ഉള്ളിൻ്റെ വിശ്വാസം ഉണ്ടോ? ഉണ്ട്. പള്ളിയിൽ പോകുന്നുണ്ടോ? ഉണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ നമുക്ക് ആ ജീവിതത്തിൽ ആ വിശ്വാസം പ്രതിഫലിച്ച് കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്നതാണ്. വലിയ ആർഭാടങ്ങളോ വലിയ ദാരിദ്ര്യമൊന്നുമില്ല, നല്ല രീതിയിൽ മിഡിൽ ക്ലാസ് ആയിട്ട് ജീവിച്ചു പോകുന്ന ആളാണ്. അപ്പോൾ എന്തുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു ബോറടിയായി തോന്നി. ഇങ്ങനെ പോയാൽ പോരാ, ഒന്നില്ലെങ്കിൽ നമുക്ക് ജീവിതം മെച്ചപ്പെടുത്തണം. അങ്ങനെ ഒരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 4 വർഷം ആയിട്ട് ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം കുറച്ച് ഉള്ളിലോട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അവിടെ നിന്നും പള്ളി പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ ആ വീട്ടിലേക്ക് താമസം മാറിയിട്ട് ഏകദേശം 1 വർഷം ആയുള്ളൂ. അപ്പോൾ തന്നെ മനസ്സിലായി പള്ളിയിൽ പോകാൻ പറ്റാതെ ഉള്ളൊരു ജീവിതം ശരിയാവണില്ല. അങ്ങനെ പള്ളിയിൽ പോകാൻ വേണ്ടി ഞങ്ങൾ ആ വീട് വിൽക്കാൻ തീരുമാനിക്കുന്നു. കേൾക്കുമ്പോൾ പലർക്കും അതൊരു തമാശയായിട്ട് തോന്നും. ഒരു വീട് വിൽക്കേണ്ടത്, പള്ളിയിൽ പോണ കാര്യത്തിന് വേണ്ടി എന്തിനാണ് വീട് വിൽക്കണമെന്ന് തോന്നും.
പക്ഷേ ആത്മീയമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും. ഞങ്ങൾക്ക് ആ സമയത്താണ് അർത്ഥം മനസ്സിലായത്. സത്യം പറഞ്ഞാൽ അമ്മ ഡെയിലി പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന വെച്ചാണ്, ഞാൻ ഡെയിലി പോയില്ലെങ്കിലും പക്ഷേ ദൈവത്തോട് ഒരു ഗ്യാപ്പ് വന്നപ്പോഴാണ്, നമുക്കൊരു വിശ്വാസം വരുന്നത്, ഒരു ഗ്യാപ്പ് വന്നപ്പോഴാണ് നമുക്കതിൻ്റെ വില മനസ്സിലായത്. അപ്പോൾ അങ്ങനെ പള്ളിയിൽ പോകണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് വീട് കൊടുക്കാൻ തീരുമാനിച്ചത്. ആ ഒരു ഉദ്ദേശം മുൻനിർത്തിയായിരുന്നു ഉടമ്പടി ഇവിടെ വന്ന് എടുത്തത്. ആദ്യം വൈഫാണ് എടുത്ത്, പിന്നെ ഞാനെടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യം ഉടമ്പടി എടുത്തു. എനിക്ക് വലിയ വിശ്വാസം അങ്ങോട്ട് തീരെയില്ല. പ്രത്യേകിച്ച് നമ്മളീ കാണുന്ന സോഷ്യൽ മീഡിയയിലായാലും എല്ലാത്തിലും ആയാലും നെഗറ്റിവിറ്റി നിറച്ച് നിൽക്കണേണ് കൃപാസനത്തിൻ്റെ. അപ്പോൾ നെഗറ്റിവിറ്റി തന്നെയായിരുന്നു ഉള്ളിൽ. വന്നു, ഉടമ്പടി എടുത്തു, പോയി. വൈഫ് ആദ്യം വന്ന് ഉടമ്പടി എടുത്തപ്പോഴത്തേക്കും ഞാനിവിടെ മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഒരു വിശ്വാസം, മാതാവിന് വിശ്വാസം ഉണ്ടെങ്കിലും വെറുതെ ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു പ്രഹസനം എന്നുള്ള രീതിയിലായിരുന്നു കണ്ടിരുന്നത്. അങ്ങനെ ഞാനിവിടെ ഇരുന്നു. വൈഫ് ഉടമ്പടി എടുത്ത് പോയി. ഒന്നും നടന്നില്ല. അല്ലെങ്കിൽ വൈഫിനായാലും വൈഫിൻ്റെ എക്സ്പീരിയൻസ് വൈഫ് പറയും. ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് പിന്നീട് എനിക്ക് മനസ്സിലായി, ഈ വീട് ഇവിടെ നിന്ന് വിറ്റ് പോയാൽ മാത്രമേ ഞങ്ങളുടെ ജീവിതം മെച്ചപ്പെടൂ എന്നുള്ളത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കണ്ടു. ഞങ്ങളുടെ ആ വഴിയിൽ നടന്ന് ഞാൻ പോകുമ്പോൾ ഒരു തട്ടൻ പോലെ, മുസ്ലിംസാണ് പൊതുവെ തട്ടിടാറ്, ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോകുമ്പോൾ മാത്രം. ഇന്നത്തെ കാലത്ത് അതുമില്ല. പക്ഷെ എന്നാലും തട്ടമിട്ടിട്ട് ഒരു സ്ത്രീ പെട്ടെന്ന് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, എത്ര വചനം പഠിച്ചു എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റു. ഞാൻ പിന്നീട് വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞു. വൈഫ് പറഞ്ഞത് മാതാവായിക്കോട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ, എൻ്റെ അടുത്ത് വന്ന് മാതാവ് ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആ ഒരു ലാഘവത്തോടെ തള്ളിക്കളഞ്ഞു. പിന്നീട് ഞാൻ ആലോചിച്ചു, ആ ഭാഗത്ത് മുസ്ലിംസായിട്ട് ഒരാൾ പോലും ഇല്ല. ക്രിസ്ത്യാനികൾ വളരെ ചുരുക്കമാണ്, പിന്നെ ഹിന്ദുസാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ വരാൻ ഒരു ചാൻസും അവിടെ ഇല്ല. ഞാൻ വിശ്വസിച്ച മാതാവ് തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു, തിരിച്ചു ചെന്നു. വീണ്ടും വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്ന് പോകുന്നു, ഒന്നും ഫൈനലിലേക്ക് എത്തുന്നില്ല. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യാം, വിദേശത്തേക്ക് നോക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ജോലി 4 വർഷമായിട്ടുണ്ടായിരുന്ന ജോലി ഞാൻ വേണ്ടാന്ന് വയ്ക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് ഞാൻ റിസൈൻ ചെയ്യുന്നു. വൈഫിന് ജോലി പുറത്തേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നു. ഞാനപ്പോൾ പിള്ളേരെ നോക്കി വീട്ടിലിരുന്നോളാം എന്നുള്ള പ്ലാനായിരുന്നു. അവിടെയും ദൈവം വേറൊരു ട്വിസ്റ്റ് കൊടുത്തു. ഞാനിപ്പോൾ ജോലി രാജിവെച്ച് ഞാൻ വീട്ടിൽ തന്നെയാണ്. വൈഫ് പോകാനുള്ള കാര്യങ്ങൾ നോക്കുന്നു. വൈഫിൻ്റെ വിസ റിജക്ഷൻ ആവുന്നു. കാരണം ഇന്ത്യൻ നാഷണാലിറ്റിക്ക് കുറച്ച് നാളുകൂടെ കഴിഞ്ഞിട്ടേ വിസ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഞാൻ തിരിച്ച് കമ്പനി കയറാൻ നോക്കിയപ്പോഴത്തേക്കും വൺസ് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് കയറ്റില്ല എന്ന് പറയും. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് എടുത്ത് അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയായി. ഈ കുടുംബം അന്ന് 3ാമത്തെ കുട്ടിയില്ല, എനിക്ക് 2 കുട്ടികളേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഈ ഒരു കുടുംബം 5 അംഗ കുടുംബം, ഞാൻ മാത്രമേ ഉള്ളൂ ജോലിക്ക് പോകുന്നത്. ഒപ്പം വീട് വാങ്ങിയതിൻ്റെ ലോണും ഉണ്ട്. അതിൻ്റെ മന്ത്ലി EMI തന്നെ നല്ലൊരു തുകയില്ല. അപ്പോൾ അതടക്കാനായിട്ടുള്ളൊരു വഴിയില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് ബെറ്ററായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി വിശ്വാസത്തിൽ ഉറച്ചു നിന്നാലേ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെ വീണ്ടും പ്രാർത്ഥനയിലും വിശ്വാസത്തിൽ കാരുണ്യ പ്രവർത്തികളായാലും ഭക്ഷണം ഉണ്ടാക്കി വീട്ടിൽ പുറത്തു കൊണ്ട് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറച്ച് വിശ്വാസപരമായിട്ട് കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ അമ്മ ഈ 6 മാസ കാലയളവിൻ്റെ ഇടയിൽ ജോലി നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന എൻ്റെ അടുത്ത് എൻ്റെ അമ്മ തന്നെ പറയും, നിന്നെ തിരിച്ചാൽ കമ്പനി തന്നെ എടുക്കും, നീ പേടിക്കണ്ട. അപ്പം ഞാൻ അമ്മനെ കളിയാക്കാറുണ്ട്. എനിക്ക് HR-ൻ്റെ കാര്യങ്ങൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അറിയാം. അവരെടുക്കില്ല എന്നുള്ള പോളിസി ഉണ്ട്. എന്നിരുന്നാലും എനിക്ക് ചെറിയൊരു പ്രതീക്ഷയിൽ ഞാൻ വിളിച്ച് ചോദിച്ചു, സാറിനെ വിളിച്ച് സംസാരിച്ച് എനിക്ക് തിരിച്ച് കയറാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പോഴും സാറ് പറഞ്ഞു, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, ഇങ്ങനത് കയറാനായിട്ടൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്രതീക്ഷ എല്ലാം പോയി. വീണ്ടും അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നിന്നെ കയറ്റും, നിന്നെ തിരിച്ച് കയറ്റും എന്ന് അമ്മ പ്രാർത്ഥിക്കണം. അമ്മയുടെയൊക്കെ പ്രാർത്ഥന ഫലമാണ് നമ്മളിവിടെ നിൽക്കാൻ കാര്യം. ഇതേപോലെ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഈ പ്രാർത്ഥന വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ടിരിക്കണതാണ് ആ സമയത്ത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം പെട്ടെന്ന് എച്ച് വിളിച്ചിട്ട് സംസാരിക്കുന്നു, നിനക്ക് തിരിച്ചു വരാൻ താല്പര്യമുണ്ടോ, ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ എച്ച് ഒരു അസിസ്റ്റൻ്റ് എന്നെ വിളിക്കുന്നു, PA വിളിക്കുന്നു. അങ്ങനെ GM ആയിട്ട് സംസാരിക്കുന്നു, MD ആയിട്ട് സംസാരിക്കുന്നു. ആ കമ്പനിയിലേക്ക് തിരിച്ച് കയറാനുള്ളൊരു ഓപ്ഷൻ വരുന്നു. അപ്പോഴും എൻ്റെ പ്രതീക്ഷയിൽ, മാതാവേ എനിക്ക് ഞാൻ ഇറങ്ങിയ സമയത്തുള്ള ശമ്പളം മാത്രം മതി, അതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട. ഞാൻ ഇറങ്ങിയ സമയത്ത് എനിക്ക് എത്ര ഉണ്ടായിരുന്നു അത് മാത്രം മതി, അതെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അങ്ങനെ തിരിച്ച് കയറാൻ ചെന്നപ്പോഴത്തേക്കും
പഴയ ശമ്പളം പ്ലസ് സാലറി ഹൈക്ക് പ്ലസ് ഇൻക്രിമെൻ്റായിട്ട് എന്നെ തിരിച്ച് ദൈവം കൊടുത്തു. അങ്ങനെ സന്തോഷത്തോടെ വീണ്ടും ആ ജോലിക്ക് കയറി. ജോലിക്ക് ആ ഒരു സിറ്റുവേഷനാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വാസത്തിൽ ഒരു സ്പൈക്ക് ഉണ്ടായത്. വിശ്വാസം ഒന്ന് ഉണർന്നത് ആ സമയത്താണ്. അതിനുശേഷം ഡെയിലി പള്ളിയിൽ പോകാനും, ആരും പറയണ്ട, ഡെയിലി പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും നമ്മളുടെ ഉള്ളു തുറന്ന് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് വിസിബിളായിട്ട് തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ വിശ്വാസം എന്താണെന്ന് ഞാൻ പഠിച്ചത് ഈ ഒരു സംഭവം തുടങ്ങിയതാണ്. അതിനുശേഷം ഡെയിലി പള്ളിയിൽ പോകാൻ തുടങ്ങി. അപ്പോഴും ഞങ്ങൾ പുതിയ വീട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് പോകാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ എഗ്രിമെൻറ്റ് തീർന്നിട്ടില്ല. പുതിയ വീട് വാങ്ങിച്ച് എങ്കിലും അവിടെ വാടക കൊടുത്തേക്കുക, കാരണം അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടെ നിന്ന് പോകണം. ആ ഒരു വിഷമത്തിൽ, ആ ഒരു അവസരത്തിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണേന് എന്ത് ചെയ്യും, പ്രാർത്ഥന കാര്യങ്ങളിങ്ങനെ പോകുന്നുണ്ട്. അപ്പോഴാണ് വൈഫ് പറഞ്ഞ്, എടോ നമുക്ക് ഭക്ഷണം കൊടുക്കുന്ന കുറച്ചും കൂടി ഒന്ന് എലാബറേറ്റ് ചെയ്യാം, നമുക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുക, അത് കുറച്ചും കൂടി നല്ലതല്ലേ, കുറച്ചും കൂടി നമ്മുടെ എഫേർട്ടില്ലേ, മാതാവ് അത് കാണൂലേ. അങ്ങനെ കൃപാസന ഉപ്പൊക്കെ ഇട്ട് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി, ബിരിയാണി ഉണ്ടാക്കി, നല്ല രീതിയിൽ കുറച്ച് എണ്ണം കൂട്ടി. ആദ്യം 10 പിന്നെ ഒരു 13 അങ്ങനെ എണ്ണം കൂട്ടി ഞങ്ങൾ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഈ 2 കൊല്ലം ഏകദേശമായി എഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ട് ഒന്നും അനങ്ങാതെ കിടക്കുന്ന വീടിൻ്റെ കാര്യം. അത് ഒരൊറ്റ മാസം കൊണ്ടിട്ട് വീടിന് അവർ എഗ്രിമെൻറ്റ് ചെയ്ത ആൾക്കാർ തിരിച്ചു വരുന്നു. അവർ ബാക്കി കാശ് തരാമെന്ന് പറയുന്നു. കുറച്ച് കാശ് കുറഞ്ഞാലും കുഴപ്പമില്ല, അവർ ചെയ്യാമെന്ന് പറയുന്നു. ഞങ്ങൾ വാങ്ങിച്ച വീടിൻ്റെ വാടകക്കാരുടെ കരാറ് കഴിയുന്നു. എല്ലാം എന്താ പറയുക, ടൈം ഷോർട്ടനിങ് എന്നുള്ളത് ശരിക്ക് മനസ്സിലായതാണ് എനിക്ക്. അച്ഛൻ പലപ്പോഴും, ബഹുമാനപ്പെട്ട അച്ഛൻ ജോസഫ് അച്ഛൻ പറയുമ്പോൾ ടൈം ഷോർട്ടനിങ് എന്ന് പറയുമ്പോൾ ഞാനത് തമാശയായിട്ട് എടുക്കാറ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആ ടൈം ഷോർട്ടനിങ് ക്ലിയറായിട്ട് കണ്ട ആ മൊമെൻറ്റിലാണ് എനിക്കെൻ്റെ വിശ്വാസം വർദ്ധിച്ചത്. അങ്ങനെ വീട് ശരിയാവുന്നു. ഇതിൻ്റെ എല്ലാം ഇടയിൽ ഏകദേശം ഒരു 3-4 കൊല്ലത്തോളം എനിക്കൊരു കാറ് വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വലിയ കാറുകളല്ല, സാധാരണ ഒരു കാറാണ്. അപ്പോൾ എനിക്ക് പുതിയത് തന്നെ വാങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പറഞ്ഞു. അപ്പോൾ ഈ ശമ്പളമില്ല, ജോലിയില്ല, ആ സമയത്ത് ഞാനിത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും വീട്ടിൽ. അതിൻ്റെ റിവ്യൂസ് കാണുക, കാറിൻ്റെ കാര്യം കാണുക. അപ്പോൾ ഇവരൊക്കെ എന്നെ ചീത്ത പറയും. വൈഫ് പറയും, എടോ തനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് എടുത്താൽ പോരെ. അപ്പോൾ ഇല്ല, മാതാവ് എനിക്ക് തരും. അത് ഈ വിശ്വാസം വന്നതിന് ശേഷമാണ് എൻ്റെ ഒരു പ്രതീക്ഷ, എനിക്ക് മാതാവ് പുതിയത് തന്നെ വാങ്ങിത്തരുമെന്നാണ്. ഈ വീടിൻ്റെ ഒരു സെല്ലായതിന് ശേഷം പുതിയ വീട്ടിലേക്ക് അവിടുത്തെ മെയിൻ്റനൻസ് വർക്ക് ഉണ്ട്. അതിന് കുറച്ച് കാശേ ഉള്ളൂ, മുഴുവൻ തീർക്കാൻ കാശില്ല. പ്ലസ് കാറ് വാങ്ങണമെങ്കിൽ അതിന് കുറച്ച് കാശ് വേണം, ഈ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനെങ്കിലും കുറച്ച് കാശ് വേണം. അങ്ങനെ തീരുമാനിച്ചെന്നാൽ വേണ്ട, സെക്കൻഡ് ഹാൻഡ് മേടിക്കാം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. അവിടെയും എങ്ങനെയെന്നറിയില്ല, പുതിയ കാറ്, ഞാൻ ആഗ്രഹിച്ച മോഡൽ തന്നെ, ടോപ്പ് എൻഡ് തന്നെ ദൈവം എനിക്ക് വാങ്ങിത്തന്നു. പരിശുദ്ധ അമ്മ തന്നെയാണ്. ഞാൻ ആദ്യം ആ കാറ് കാണാൻ പോയപ്പോഴത്തേക്കും ഷോറൂമിൽ ചുമ്മാ കയറിയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഉപ്പ് കൈ കരുതിയിട്ടുണ്ട്, നഖത്തിൻ്റെ ഇടയിൽ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ വിശ്വാസമായിരുന്നില്ല ആ സമയത്ത്, വൈഫ് പറഞ്ഞിട്ടാണ് ചെയ്തത്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലാവുന്നു, അങ്ങനെ ഞാൻ ആ ഉപ്പിട്ട് ചെയ്തതിൻ്റെയാണ് എൻ്റെ വിശ്വാസം കുറച്ചുകൂടി വർദ്ധിക്കാനായിട്ടാണ്. വൈഫ് പറഞ്ഞിട്ടാണെങ്കിലും ഞാനങ്ങനെ ചെയ്തിട്ട് എനിക്ക് ആ കാറ് മാതാവ് മേടിച്ചു തന്നത്. അപ്പോൾ വളരെയധികം സന്തോഷത്തോടെയാണ് ആ കാറും ഈ ഭവനവും എല്ലാം ഒരേ സമയത്താണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വാസം വർദ്ധിക്കുകയാണ് എനിക്ക് ചെയ്തത്. അല്ലാതെ എനിക്ക് വലിയ നടക്കാത്ത സംഭവങ്ങളൊന്നും കൂടുതൽ പറയാനായിട്ടില്ല. പക്ഷേ എൻ്റെ വിശ്വാസം വർദ്ധിച്ചത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിൽ തന്നെയാണ്. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും വിശ്വാസം വർദ്ധിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാനും പ്രാർത്ഥിക്കണം, അത് തന്നെയാണ്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ കൊടുക്കും, ഞാനും വൈഫായിട്ട് കൊടുക്കും. പിന്നെ എൻ്റെ ഒരു പ്രേക്ഷിത പ്രവർത്തനം സാധാരണ പത്രം എല്ലാവരും കൊടുക്കുന്ന രീതിയിൽ തന്നെ കൊടുക്കാറുണ്ട്. പക്ഷെ അതിൽ കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ കൃപാസനത്തിൻ്റെ ധ്യാനം, പിന്നെ മറ്റ് വൈദികരുടെ അച്ഛന്മാരുടെ പ്രസംഗം, ഇതിലെല്ലാത്തിലും സാധാരണ എല്ലാവരും കാണാറുണ്ട് കമൻ്റ് എഴുതിയിരുന്ന പരിപാടി. ഓരോരുത്തരുടെ പ്രാർത്ഥന ഉണ്ടാവും, മകൾക്ക് ക്യാൻസർ അല്ലെങ്കിൽ എന്തെങ്കിലും, ആ ഇഷ്ടമായ കമൻറ്റുകൾ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ എൻ്റെ ഏർലി സ്റ്റേജിൽ ഞാൻ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രാന്താണ്, എന്തിനാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞ മാതാവ് കമൻറ്റ് ഒന്ന് കാണോ, ഇല്ല. അപ്പോൾ ഞാനിത് കളിയാക്കി തന്നെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ഒരു വിശ്വാസത്തിൻ്റെ ആ ഒരു എൻഡിലേക്ക് എത്തിയ ആ ഒരു മൊമെൻറ്റിൽ എനിക്കൊരു ഉള്ളിൽ പ്രചോദനം തന്നാണ് ആ കമൻറ്റിൽ വരുന്ന ഓരോ കമൻറ്റിനും അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഒരു ഡയറിയിൽ എഴുതി. ആ ഡയറിയിൽ ഞാനപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ എൻഡിലേക്ക് വന്നപ്പോൾ ഞാൻ ഡെയിലി ജോലി കഴിഞ്ഞ് 1/2 മണിക്കൂർ ആരാധനാലയത്തിൽ പോയി ഇരിക്കും, പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രചോദനം വന്നപ്പോൾ ഞാൻ ഓരോരുത്തരുടെയും പേരും അവരുടെ അസുഖങ്ങളും ഡയറിയിൽ എഴുതിയിട്ട് ഞാൻ നേരെ ആരാധനാലയത്തിൽ പോയിട്ട് അവിടെ ഒരു ചെറിയൊരു ആൾത്താരയുണ്ട്, അവിടെ തുറന്ന് വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
അങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് ബൈബിൾ വായിക്കുമ്പോൾ എടുക്കുമ്പോൾ കിട്ടുന്ന വചനം ഞാൻ ആ കമൻറ്റിലുള്ളവർക്ക് റിപ്ലൈ കൊടുക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി എനിക്ക് അത് ഫലിക്കുന്നുണ്ടോ, അവർക്കത് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന വഴി എനിക്ക് തന്നെ ഒരു സന്തോഷം ഫീൽ ചെയ്യണം. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുമെന്നേ. നമ്മൾ വിചാരിക്കുക ആരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, നമ്മളെ കുടുംബത്തിലെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി. പ്ലസ് നമ്മളും ഒന്ന് ചെവി തുറന്ന് കണ്ണ് തുറന്ന് മറ്റുള്ളവരെയും കൂടി കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ആരെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. എൻ്റെ വൈഫിന് കിട്ടിയ അനുഗ്രഹങ്ങളുടെ കാര്യങ്ങൾ വൈഫ് പറയും. ഈശോയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും ആ അമ്മയെ എനിക്ക് തന്ന എൻ്റെ ഈശോയ്ക്കും കൊടാനുകോടി നന്ദി. ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട്. കാരണം ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തപ്പോൾ ആദ്യത്തെ നിയോഗം എഴുതിയത് പരിശുദ്ധ അമ്മ ഈശോയെ സ്നേഹിക്കുന്ന പോലെ എനിക്കും ഈശോയെ സ്നേഹിക്കാൻ പറ്റണം. പക്ഷെ ഞാനത് പ്ലാൻ ചെയ്ത് വന്നതോ ഒന്നുമല്ല, എൻ്റെ ഉള്ളിൽ അന്നേരം തോന്നി ഞാൻ എഴുതിയതാണ്. പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളതും നടന്നതുമായിട്ടുള്ള ആ കാര്യം ഒന്നിനും വേണ്ടിയല്ല, എൻ്റെ കാര്യങ്ങൾ കാണാനോ അല്ലെങ്കിൽ എൻ്റെ ആവശ്യം ഈശോയോട് പറയാനോ അതൊന്നുമല്ല. ഇപ്പോൾ എനിക്ക് ഈശോയുടെ കൂടെ ഇരിക്കണം, എനിക്ക് വചനം വായിക്കണം, വചനം പഠിക്കണം, അങ്ങനത്തെ ഒരു ചിന്തയും ഇന്ന് ഈശോയുടെ കൂടെ ഇരുന്നില്ലല്ലോ, ഈശോയോട് വർത്താനം പറയാൻ പറ്റിയില്ലല്ലോ, അങ്ങനത്തെ ഒരു രീതിയായി മാറി. അപ്പോൾ ഒത്തിരി സന്തോഷമുള്ളത് അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ മാറ്റം വന്നതിലാണ്. ആദ്യം ഹസ്ബൻഡ് പറഞ്ഞ പോലെ വീടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അന്ന് ഞങ്ങളിവിടെ വരുമ്പോൾ എന്താണ് ഉടമ്പടി എങ്ങനെയാണോ ഒന്നും അറിയില്ല. പക്ഷേ അച്ഛൻ്റെ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലായതും എങ്ങനെയാണ് ചെയ്യേണ്ടത്. കുറേ പ്രാർത്ഥന ചൊല്ലിക്കൂട്ടലല്ല, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരണം എന്നൊക്കെ മനസ്സിലായത് പിന്നീടാണ്. അങ്ങനെ ആദ്യത്തെ ഉടമ്പടി ഞാനെടുത്തു. 90 ദിവസമായി ഒരു അനക്കമില്ല. കാരണം ഈ രണ്ടാമത്തെ മോള് ആ സമയത്ത് ഒരു 3 മാസമൊക്കെ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് തന്നെ അറിയാം, കാരണം ഞാനൊന്നും ചെയ്യാത്തത് കൊണ്ടിട്ടാണ് എൻ്റെ കാര്യങ്ങൾ നടക്കാത്തത്. അപ്പോൾ ഞാൻ ഒരു ദിവസം അമ്മയോട് ഇരുന്ന് വർത്താനം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല, അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് പരാതിയില്ല. പക്ഷേ എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ വൃത്തിയായിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റണില്ല. അപ്പം ഈശോ ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഉടമ്പടി തീരണം അന്ന് വെളുപ്പിന് 3 മണിക്ക് ഞാൻ എഴുന്നേക്കുവാണെങ്കിൽ ഈശോ ഇത് ആഗ്രഹിക്കുന്നുണ്ട്, ഞാനിത് കണ്ടിന്യൂ ചെയ്യാതെ ഓർത്ത്. അത് ഞാൻ എഴുന്നേക്കണില്ലെങ്കിൽ ഈശോ ഇത് ആഗ്രഹിക്കണില്ല, എനിക്ക് കുഞ്ഞ് കുറച്ച് വലുതായിട്ട് വൃത്തിയായിട്ട് ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെ വന്ന് പുതുക്കാമെന്ന് തീരുമാനിച്ച്. അങ്ങനെ ഞാനിത് അമ്മയോട് പറഞ്ഞ് ഞാൻ മറന്നുപോയി. ഉടമ്പടി തീരണം അന്ന് ഞങ്ങളുടെ വീട്ടിൽ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ലേറ്റായിട്ടാണ് കിടന്നത്. ഞാനിത് മറന്നും പോയി. വെളുപ്പിന് ഒരു 2:55 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ്. കറണ്ട് പോയി, ഞാൻ മാത്രം എഴുന്നേറ്റ്. പിള്ളേരൊക്കെ ഉറങ്ങണ്, ആരും അറിഞ്ഞിട്ടില്ല. പെട്ടെന്ന് ഞാൻ ആ സംഭവം ഇന്നത്തെ ഡേറ്റൊക്കെ ഓർത്ത് അപ്പോഴാണ് ഞാൻ ഓർക്കണോ, ഇന്ന് ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വെളുപ്പിന് 3 മണിക്ക് എന്നെ വിളിക്കണമെന്ന്. അതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഉണ്ടായൊരു വ്യക്തിപരമായിട്ടുണ്ടായ ഒരു അനുഭവം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ ഇത്രയും ഞാൻ ചെറിയതായിട്ട് പറഞ്ഞൊരു കാര്യം ഇത്രയും ഓർത്തിരുന്ന് എനിക്കതിന് ഉത്തരം തന്നപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിൽ എനിക്കത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അന്ന് ഒത്തിരി സന്തോഷമായി, പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. പിന്നെ ഞാൻ പിന്നീട് വന്ന് പുതുക്കി. കാരണം എനിക്ക് ഉറപ്പായി ഈശോ സമ്മതിക്കുന്നുണ്ടല്ലോ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കൂടുതൽ നന്നായി ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി പറ്റുന്ന പോലെയൊക്കെ കൂടുതൽ നന്നായി ചെയ്യാൻ തുടങ്ങി. ഉപവാസവും അങ്ങനെ പൊതിച്ചോറ് കൊടുക്കലൊക്കെ അങ്ങനെയാണ് കൂടുതൽ തുടങ്ങിയത്. കാരണം ഞങ്ങൾ പുതിയ സ്ഥലത്തോട്ട് മാറിയിട്ട് എന്താണ് എങ്ങനെയാണ് ഒരു ഐഡിയ ഇല്ല. ഹസ്ബൻഡിന് ഒരു ഞായറാഴ്ച കിട്ടുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ തുടങ്ങിയപ്പോഴാണ് ആ വീടിൻ്റെ കാര്യങ്ങൾ കൂടുതലും ശരിയായി വരുന്നത്. പിന്നെ പുതിയൊരു വീട് വാങ്ങിക്കണതും ഇനിയൊരു അബദ്ധം പറ്റരുതല്ലോ. അപ്പോൾ അമ്മ തന്നെ കാണിച്ചു തരണം, ഈശോ ആഗ്രഹിക്കുന്ന വീടായിരിക്കണം, പള്ളിയുടെ അടുത്തായിരിക്കണം ആ വീട്. അതൊക്കെയായിരുന്നു ആകെ കൂടെ ഉണ്ടായ ആഗ്രഹം. അങ്ങനെ പ്രാർത്ഥിച്ചു. അമ്മയോട് പറഞ്ഞു, കൃപാസനം പത്രം എങ്കിലും കണ്ടാൽ മതി, അതാണ് അമ്മ എനിക്ക് കാണിച്ചു തരുന്ന അടയാളം. അതായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ വീട് പോയി കാണാൻ പോകും. ഒരിടത്തും അങ്ങനത്തെ പേപ്പർ ഒന്നും കാണുന്നില്ല. അപ്പം ഞാൻ ഏത് വീട് പോയി കാണുമ്പോഴും നമ്മുടെ പത്രം ഉണ്ടോ, എന്താ എൻ്റെ അടയാളം ഉണ്ടോ എന്ന് നോക്കിയാൽ ഞാൻ നടക്കണം. അപ്പോൾ ഒരിടത്തൊന്നുമില്ല.
ഒരു വീട്ടിൽ പോയി നോക്കിയപ്പോഴത്തേക്കും കൃപാസന അമ്മയുടെ ഫോട്ടോ ആ വീട്ടിൽ ഒട്ടിച്ചു വെച്ച്. അപ്പം ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇത് മതി, നമുക്ക് വീടിൻ്റെ കാര്യങ്ങളോ അതിൻ്റെ സൗകര്യങ്ങളോ ഒന്നും നോക്കിയില്ല, അമ്മയുടെ ഫോട്ടോ കണ്ടു, അത് മതി. അങ്ങനെ വേഗം ആ വീട് അഡ്വാൻസ് കൊടുത്തു. അത് എനിക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ട് ആ വില്ലയുടെ പേരും മഴവിൽ നഗർ എന്നാണ്. അപ്പോൾ എനിക്കതിൽ ഉറപ്പാണ്, കാരണം അമ്മ ഇത് കാണിച്ചു തന്നാണ്, ഉടമ്പടിയിലൂടെ അമ്മ എനിക്ക് തന്നതാണെന്ന് എൻ്റെ വിശ്വാസം വർദ്ധിക്കാൻ അതും ഒരു കാരണമായി. അങ്ങനെയാണ് ആ വീട് എടുത്തത്. അതിൻ്റെ അകത്തേ കൂടിയും കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് വരുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു ധൈര്യമാണ്, കാരണം അമ്മ കാണിച്ചു തന്ന വീടാണ്, അമ്മ കൂടെ ഉണ്ട്. അപ്പോൾ ഈ മൂന്നാമത്തെ കുഞ്ഞിനെ സുഖമില്ലാതിരിക്കുന്ന സമയത്ത് ഉടമ്പടി പുതുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ട്, പുതുക്കിയില്ലെങ്കിൽ ഇങ്ങനെ അമ്മ കൂടെ ഉണ്ടാവില്ലേ, അമ്മ പുതുക്കിയാൽ മാത്രമേ ഉണ്ടാവൂ. അപ്പം എൻ്റെ ആ പൊട്ട ചിന്ത മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും എൻ്റെ കാലിൽ തിളച്ച വെള്ളം വീണ്. പക്ഷെ ഞാനപ്പോൾ കുഞ്ഞ് വന്ന് വീഴുമല്ലോ എന്നോർത്ത് തുണിയെടുത്ത് വന്ന് തുടക്കുകയായിരുന്നു. അപ്പോഴാണ് അയ്യോ എൻ്റെ കാലിൽ വീണിട്ട് എനിക്കൊന്നും പറ്റിയില്ലല്ലോ. അപ്പം അത് എനിക്കൊരു ഭയങ്കര ഒരു ധൈര്യം, ആ അമ്മയുണ്ട്, അതുകൊണ്ടിട്ടാണ് എൻ്റെ കാലിൽ പൊള്ളാഞ്ഞത്. അതുപോലെ തന്നെ വേറെ ഒരു സംഭവം ഉണ്ടായത്, ചെവിട്ടിൽ ഞാൻ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചെവിട്ടിൽ എന്തോ കയറിയ പോലെ എനിക്ക് തോന്നി, പക്ഷേ ഒന്നും ഫീലൊന്നും ചെയ്യണില്ല. പിന്നീട് ഞാൻ വന്നിട്ട് ഹസ്ബൻഡോട് പറഞ്ഞു, എന്തോ എൻ്റെ ചെവിട്ടിലുണ്ടോ ഒന്ന് നോക്കുമോ. നോക്കിയപ്പോൾ കുഴപ്പമില്ല. പിന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് പറയാ, അമ്മയുടെ ഉപ്പ് പ്രാർത്ഥിച്ച് ചെവിട്ടിലിട്. അങ്ങനെ ചെവിട്ടിലിട്ട് അപ്പോഴും ഒന്നുമില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ട്, തോണ്ടി നോക്ക്. അങ്ങനെ ഞാൻ തോണ്ടി നോക്കിയപ്പോൾ എൻ്റെ ചെവിട്ടിൽ നിന്ന് ഒരു 8 കാലിനെയാണ് കിട്ടിയത്. പക്ഷേ എനിക്ക് അതുകൊണ്ടിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, ഒന്നുമില്ല. അതോടുകൂടി പിന്നെ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവുമോ, ഉടമ്പടി പുതുക്കാത്തത് കൊണ്ടിട്ട് അമ്മ ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് മാറി. ഞാൻ ഇപ്പം നമ്മൾ വിവാഹം ഒരു ഉടമ്പടിയാണല്ലോ, അപ്പോൾ അതും നമ്മൾ ആ ഒരു ഉടമ്പടിയിൽ ജീവിക്കണ പോലെ ഇത് ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഉടമ്പടിയിലാണെന്ന് വിശ്വസിച്ച് തന്നെയാണ് ഇപ്പോഴും ജീവിക്കണത്. ഇന്ന് വന്ന് ഉടമ്പടി പുതുക്കാനും പറ്റി. ഈശോയ്ക്കും മാതാവിനും ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്നതിന് ഒത്തിരി നന്ദി പറയുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 7-ഉം 8-ഉം തിരുവചനങ്ങൾ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ആൻ്റണി ഡാർവിൻ ഷിൻസി എന്ന ഇവരുടെ കുടുംബത്തിൻ്റെ വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് അവരിപ്പോൾ ഏറ്റുപറഞ്ഞത്. ആൻ്റണി ഡാർവിൻ പറഞ്ഞതുപോലെ ഒരു സാധാരണ ക്രിസ്ത്യാനി ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് അവർ അസാധാരണമായ ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ചുവടുവെപ്പുകളെക്കുറിച്ചായിരുന്നു അവർ ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നത്. അവർക്ക് ഓരോ നിമിഷത്തിലും പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനെക്കുറിച്ച് അവർക്ക് എണ്ണി പറയുവാനുണ്ട്. ആൻ്റണി ഡാർവിനെ ഒരുപാട് നെഗറ്റിവിറ്റി കേട്ട് അല്ലെങ്കിൽ ഇതൊക്കെ സത്യമാണോ, കമൻറ്റ് ബോക്സിൽ ആളുകളെല്ലാം പ്രാർത്ഥന എഴുതിയിടുന്നത് മാതാവ് വന്ന് കാണുന്നുണ്ടോ, അതിനെല്ലാം ഉത്തരം നൽകിക്കൊണ്ട് തൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് വളരാൻ മാത്രം പരിശുദ്ധ അമ്മ കൈപിടിച്ച് നടത്തിയ ഒരു വലിയ ജീവിത സാക്ഷ്യമാണിത്. അദ്ദേഹം തന്നെ എന്തിനെയൊക്കെയാണോ നെഗറ്റീവായി കണ്ടിരുന്നത് അതെല്ലാം ഇത് പോസിറ്റീവാണ്, ഇതെല്ലാം സാധ്യമാണ്. തൻ്റെ ഒരു ജീവിതാനുഭവത്തിലൂടെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 2 വർഷവും എഗ്രിമെൻ്റ് ചെയ്ത ഒരു വീടിൻ്റെ അവസ്ഥയിൽ നിന്ന് 1 മാസത്തിൻ്റെ സമയച്ചുരുക്കം കൊണ്ട് അവർക്ക് ആ വീട്ടിലേക്ക് മാറി താമസിക്കുവാനുള്ള വലിയ അനുഗ്രഹം നൽകിയപ്പോഴാണ് ഈശോ തൊടുന്നു, പരിശുദ്ധ അമ്മ ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിലൂടെ സഞ്ചരിക്കുന്നു, അനുഭവത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ള വലിയ ജീവിത അവസ്ഥ അവർക്ക് മനസ്സിലായി കിട്ടിയത്. നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം പറഞ്ഞതുപോലെ തിരിച്ചു വിട്ട ഒരു കമ്പനിയിലേക്ക് വീണ്ടും തിരിച്ചു വിളിച്ച ഒരു വലിയ സാക്ഷ്യമാണ് അദ്ദേഹത്തിൻ്റേത്. ഇനി ഒരിക്കലും ഒരു 6 മാസക്കാലത്തിനിടയിൽ ഇനി ആ പിരിച്ചുവിട്ട ആ കമ്പനിയിലേക്ക് ഒരിക്കലും തിരിച്ചു വിളിക്കുക എന്നുള്ളത് ഒരു സാധ്യതയാണ്. പക്ഷേ തിരിച്ചെടുക്കുക എന്നുള്ളത് ഒരു അസാധ്യതയാണ്. ആ അസാധ്യതയാണ് കൃപയിലൂടെ അദ്ദേഹത്തിന് ജീവിതത്തിൻ്റെ നിലവാരം ഉയർത്തിക്കൊണ്ട് ഐശ്വര്യത്തിലേക്ക് അഹറോൻ്റെ വടി തളർത്തതുപോലെ എൻ്റെ ജീവിതത്തിനൊരു പുതിയ അർത്ഥമുണ്ട്, മാനമുണ്ട് എന്ന് അദ്ദേഹത്തിന് ഉടമ്പടി ജീവിതത്തിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായത്. നമുക്കറിയാം, ഇന്ന് യുദ്ധക്കെടുതി കാലത്തിൽ കമ്പനികൾ അടച്ചുപൂട്ടുന്നു, ഹോട്ടലുകളെല്ലാം ജോലിക്കാരെ പിരിച്ചുവിടുന്നു, എല്ലാ സ്ഥലത്തും ജോലിക്കാരെ തിരിച്ചുവിടുമ്പോഴും മക്കൾ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയുന്നത്
എനിക്കുള്ളത് എനിക്കുണ്ട്, പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ ഉടമ്പടിയിലാണ്. ഇന്ന് സാക്ഷ്യം പറയുന്ന എല്ലാ മക്കളുടെയും ഉറപ്പതാണ്. ഞാൻ ഉടമ്പടിയിലായതുകൊണ്ട് എനിക്കൊന്നിനെക്കുറിച്ചും സമയച്ചുരുക്കമുണ്ടാകാം, സമയദൈർഘ്യമുണ്ടാകാം. പക്ഷേ ഉടമ്പടിയിലുള്ള മക്കൾക്ക് ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല, ഒരിക്കലും ചഞ്ചലപ്പെടേണ്ടതില്ല. എൻ്റെ കാര്യം നൽകുന്ന, എൻ്റെ കാര്യം നടക്കുന്ന, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവ് എനിക്ക് വേണ്ടി പൊരുതിക്കൊള്ളും എന്നുള്ള ഒരു വലിയ ശാശ്വതമായ ഉടമ്പടി, ശാശ്വതമായ ഉറപ്പ് നമുക്കുണ്ട്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും, ആൻ്റണി ഡാർവിന് ഒരു കാറിൻ്റെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എത്ര മെച്ചപ്പെട്ട ഒരു സാധ്യതയാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. ഒരു സഹോദരനിവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ ഈശോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ബിരിയാണി വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ മറ്റുള്ളവർക്ക് ബിരിയാണി കുക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇത് തന്നെയാണ് ഈ കുടുംബത്തിനും പറയാറുള്ളത്. ഒരു മെച്ചപ്പെട്ട കാരുണ്യ പ്രവൃത്തിയാണ് ചെയ്യുന്നത്, ഒരു മെച്ചപ്പെട്ട പ്രേക്ഷിത പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്യുന്നത്. അവരുടെ ജീവിത രീതികൾക്കുണ്ടായ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് അടയാളം ലഭിച്ചുകൊണ്ടിരുന്നു. ഷിൻസി പറഞ്ഞതുപോലെ, ഞങ്ങൾക്ക് വീട് ഇത് പരിശുദ്ധ അമ്മ തരുന്നതാണോ? ആ വില്ലയുടെ പേര് തന്നെ മഴവില്ലെന്നാണ്. അപ്പോൾ എല്ലാത്തിലും അവർ പരിശുദ്ധ അമ്മയുടെ ചിത്രമോ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയോ അപേക്ഷിച്ചുകൊണ്ട് ഈശോയ്ക്ക് വസിക്കാൻ പറ്റിയൊരിടമാണോ എന്നന്വേഷിച്ചുകൊണ്ടാണ് ഉടമ്പടി മക്കൾ എപ്പോഴും മുന്നോട്ട് കാൽവെപ്പെടുക്കുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും മാറ്റി നമുക്കൊരു ബെറ്റർ ലൈഫ് നൽകുന്നതിനും നമ്മെ എപ്പോഴും നിത്യതയിലേക്ക് നടന്നടുപ്പിക്കുന്നതിനും ഈശോയിൽ നിന്നൊരിക്കലും അകന്നു പോകാതിരിക്കാൻ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിനും നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു